കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയിൽ നിന്നും ചാരായം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുൻപും സ്കൂളിലേക്ക് ഇതേ കുട്ടി ചാരായം എത്തിച്ചിരുന്നെന്ന് വിദ്യാർത്ഥി മൊഴി നൽകിയിട്ടുണ്ട്. ചാരായ മാഫിയ വേരുറപ്പിച്ചുവെന്ന് നാട്ടുകാർ മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തുന്നു. അതിനിടെ താമരശ്ശേരിയിൽ നിന്ന് തന്നെ വൻതോതിൽ വീണ്ടും ചാരായം പിടിച്ചെടുത്തു. വിദ്യാർത്ഥിയിൽ നിന്നും കണ്ടെടുത്തതെന്ന് പറയുന്ന അതേ രൂപത്തിൽ സൂക്ഷിച്ച 220 കുപ്പി ചാരായമാണ് കണ്ടെത്തിയത്. ചാരായം എത്തിച്ചു നൽകിയ കുട്ടിയുടെ മൊഴി പ്രകാരം ആകെ മൊത്തം 3 തവണ മറ്റു കുട്ടികൾക്ക് ചാരായം നൽകിയതായാണ് പറയുന്നത്. ഈ കുട്ടി ഉൾപ്പെടെ 6 കുട്ടികൾ പല സമയങ്ങളിലായി ആരും കാണാതെ ആരുമില്ലാത്ത ഇടങ്ങളിൽ പോയി ഈ ചാരായം കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിൻ്റെ ഇടവേളകളിലൊക്കെ ഈ സ്കൂളിനോട് ചേർന്ന് തന്നെ ഒരു വയലും തോടും ചേർന്നൊരു ഭാഗമുണ്ട്. അവിടെ പോയിരുന്നും മറ്റുമൊക്കെ ഈ കുട്ടികൾ ചാരായം കുടിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്ലാസ് മുറികളിൽ കിടന്നുറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തന്നെ അധ്യാപകരാരും ഇത് കാണുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് ഒരു കുട്ടി നൽകിയ വിവരപ്രകാരം അധ്യാപകർ കുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ മാത്രമാണ് വാട്ടർ ബോട്ടിലാക്കിയ നിലയിൽ ചാരായം കൊണ്ടുവന്നത് ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് കുട്ടിയെ ചോദ്യം ചെയ്യുന്നതും ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ കുട്ടിയിലേക്ക് എത്തുന്നത്. കുട്ടി പറഞ്ഞത് കുട്ടിയുടെ രണ്ടാം അച്ഛന് ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചാരായം ബാറ്റലുണ്ട്. അവിടെ നിന്ന് ഇത്തരത്തിൽ 500 ml കുപ്പികളിലാക്കി കൊണ്ടുവന്ന് മറ്റു കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ഇതിലൊരു നിശ്ചിത പണം ഈ ചില കുട്ടികളിൽ നിന്ന് ഈ വിദ്യാർത്ഥി വാങ്ങിയതായും പറയുന്നുണ്ട്. ഏതായാലും ഈ രഹസ്യ നിർമ്മാണം നടത്തിയ കുട്ടിയുടെ രണ്ടാം അച്ഛൻ അയാൾക്കെതിരെ അബ്കാരി നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ കുട്ടിയുടെ വീടിൻ്റെ മേഖലയിൽ ഒരു റബ്ബർ തോട്ടത്തിൽ ഇയാളുടെ രഹസ്യ കേന്ദ്രം പോലീസ് കണ്ടെത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് ഒരു 56 കുപ്പിയോളം വരുന്ന ചാരായം കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇയാളിപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയം പുറത്തു വന്നതോടുകൂടി ഈ ചമൽ മേഖലയിൽ ഒരുപാടിടങ്ങളിൽ ഇത്തരത്തിലുള്ള വാറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും എക്സൈസ് സ്ക്വാഡിൻ്റെ ഉൾപ്പെടെയുള്ള സംഘം ഈ മേഖലയിൽ പരിശോധന നടത്തുകയും ചെയ്തു. അവിടെ കുളക്കടവ് ഭാഗത്തു നിന്ന് ഇന്നലെ ഏതാണ്ട് ഒരു 110 ലിറ്റർ ചാരായം ഈ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ കുട്ടി സ്കൂളിലേക്ക് കൊണ്ടുപോയ അതേ രീതിയിൽ 500 ml ചെറിയ കുപ്പികളിലാക്കിയായിരുന്നു അവിടെ ഈ ചാരായം സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെയാണ് ഇന്നലെ എക്സൈസിന്റെ സ്ക്വാഡ് പരിശോധന നടത്തുകയും ഇത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ എന്താണെന്നറിയോ, പോലീസോ എക്സൈസോ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇവർക്ക് ഇവിടെ വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ സാധനങ്ങൾ മാറ്റാനുള്ള ചാൻസും അവസരങ്ങളും സമയവും അവർ കിട്ടുക, അവ മാറ്റി പോവുക. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഈ മേഖലകളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും മറ്റു വിവരങ്ങൾ അറിയിക്കുമ്പോൾ തന്നെ അവരിവിടെ എത്തുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇതൊക്കെ മാറ്റി വെക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ. കൃത്യമായിട്ട് അവരുടെ ഇടയിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിൽ തന്നെ ഇവർക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട് എന്നാണ് ജനങ്ങളെ ഞങ്ങളെ ആശങ്ക. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ചമൽ മേഖലയിൽ 200 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. അത് പിന്നീട് നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ചമൽ മേഖലയിൽ ഒരുപാടിടങ്ങളിൽ ഈ രഹസ്യ വാറ്റ് കേന്ദ്രങ്ങൾ ഉള്ളതായാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി സമയങ്ങളിൽ പോലും നാട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളതാണ്. എല്ലാ വീട്ടിലും 90% വീട്ടിലും ചായ കുടിക്കുമ്പോൾ ഇത് നാടനും വാറ്റി മക്കൾ മുതൽ വൈകുന്നേരമായ അടിയും പിടിയും കുടുംബത്തിൽ നിന്ന് പെണ്ണില്ല മക്കളൊക്കെ അടിച്ച് പൊളിച്ച് പറയുക. ഇത് തന്നെ അവിടുത്തെ സ്ഥിതി. ഇത് ചമലൊന്നും ഇന്നലെ ഉണ്ടായതൊന്നുമല്ല. എല്ലാ വീട് നോക്കിയാൽ ഒരു ബൈക്കിൽ പോയിക്കൂടാ, റോഡിന് പോയിക്കൂടാ, ഒരു നേരം തെറ്റിയാൽ ഇതിലൊന്നും പോയിക്കൂടാ. നാട്ടുകാർ പറയുന്നത് പ്രകാരം നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുണ്ട്. പല ആളുകളും നാട്ടിൽ തന്നെ ഇത്തരം സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ചമൽ മേഖലയിൽ ഇവിടെ എല്ലാ സ്ഥലത്തും ഈ സാധനം വിൽക്കുന്നുണ്ട്. നിരത്തി റോഡ് സൈഡിൽ കൂടി ഒക്കെ വിറ്റ് നടക്കുന്നുണ്ട്. ഒരു എക്സൈസുകാരും ഇങ്ങോട്ട് വരലില്ല. ഓൺലൈനായി പോലും ചമലിൽ ഇതിന്റെ വ്യാപനമുണ്ട്, അതിന്റെ വിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കോൾ ചെയ്താൽ ഇപ്പോൾ സാധനം ഇവിടെ എത്തും. ഇവർ അല്ല, നാടനല്ല, നാടനുണ്ട്, മറ്റേ ബീവറേജുന്നുണ്ട്. ഇതൊക്കെ വലിയ വ്യവസായം. വണ്ടി പറന്നിങ്ങനെ നടക്കുക 24 മണിക്കൂർ ഇവിടെ. ഏതായാലും എക്സൈസും പോലീസും ഈ ചമൽ മേഖലയിൽ കൃത്യമായ ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ ലിറ്റർ കണക്കിന് ചാരായം ഈ മേഖലയിൽ നിന്ന് തന്നെ പിടികൂടാനാകും.